അധ്യായം. What are the rooms of the devil? Or what are the rooms of the evil spirit? പിശാച് ഒരു വ്യക്തിയുടെ മേൽ സ്വാധീനം ചെലുത്തുന്നതായ റൂട്ടുകൾ, ഡോർവേസ് എന്തൊക്കെയാണ്? ദുരാത്മാക്കൾ ഒരു വ്യക്തിയുടെ മേൽ കയറി വരുന്നതിൻ്റെ ഏറ്റവും റൂട്ടുകൾ എന്തൊക്കെയാണ്? വോളിയം കുറവെന്ന് പറയുന്നു. സ്തോത്രം. അവരാണോ കൂട്ടേണ്ടത്, നമ്മളാണോ കൂട്ടേണ്ടത് എന്നറിയത്തില്ല. എൻ്റെ വോളിയം സ്തോത്രം ഇത്രയേ ഉള്ളൂ. ഇത് 5ാമത്തെ സർവീസാണ്. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ, എല്ലാം നന്നായിരിക്കട്ടെ. എഫേസ്യ ലേഖനം 4-ാം അധ്യായം, അതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ എത്തിയിരിക്കുന്നത്. 22-ാം വാക്യം മുതൽ താഴോട്ട് നമുക്ക് വായിക്കാം. 22-ാം വാക്യം, എഫേസ്യ ലേഖനം 4-ാം അധ്യായം 22 മുതൽ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമുഖങ്ങളാൽ വർഷങ്ങളായി പോകുന്ന പഴയ മനുഷ്യനെ ഉപേക്ഷിച്ച് നിങ്ങളെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിൻ്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതുമനുഷ്യനെ ധരിച്ചുകൊള്ളുവിൻ. ആകയാൽ ഭോഷ്ക് ഉപയോഗിച്ച് ഓരോരുത്തൻ താൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പിൻ. നാം തമ്മിൽ അവയവങ്ങളല്ലോ. കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കരുത്. പിശാചിന് ഇടം കൊടുക്കരുത്. കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുകയത്രേ വേണ്ടിയത്. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയവർദ്ധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്ത ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാരല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവുമായി കുറ്റാരവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. 27-ാം വാക്യമാണ് അണ്ടർലൈൻ ചെയ്ത് എനിക്ക് നിങ്ങളോട് പറവാനുള്ളത്. പിശാചിന് ഇടം കൊടുക്കരുത്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, ആർക്കിടം കൊടുക്കല്? അടുത്തിരിക്കുന്നവരെ നോക്കി പറയല്ല, ഈ സ്ക്രീനിൽ നോക്കി പറഞ്ഞാട്ടെ. സ്തോത്രം. ആർക്കിടം കൊടുക്കല്? പിശാചിന് ഇടം കൊടുക്കരുത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായം പറയുമ്പോൾ തന്നെ എഫെസോസിലെ വിശുദ്ധന്മാർക്ക് പൗലോസ് എഴുതിയ എഫേസ്യ ലേഖനത്തെ കുറിച്ച് പറയട്ടെ. ഏറ്റവും കൂടുതൽ ആത്മീയ യുദ്ധം പൗലോസ് പറഞ്ഞിരിക്കുന്നത് എഫേസ്യ ലേഖനത്തിലാണ്. സർവായുധവർഗത്തെക്കുറിച്ചും വാഴ്ചകൾ, അധികാരങ്ങൾ, ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികൾ, സ്വർലോകങ്ങളെ, ദുഷ്ടാത്മസേനയും എന്ന് പറയുന്ന പൈശാചിക ഓർഡറിനെ കുറിച്ചും മറ്റു പല കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ പൗലോസ് വേറെ സഭകൾക്ക് സ്പിരിച്വൽ വാർഫെയറിൻ്റെ, ആത്മീയ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ പറയാത്തത് എവിടെ പറഞ്ഞിരിക്കുന്നു? എഫെസോസിലെ സഭയ്ക്കാണ് പറഞ്ഞിരിക്കുന്നത്. എഫെസോസിലെ സഭയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവിക ജയത്തിന് വേണ്ടി ഒരുക്കുമ്പോൾ തന്നെ വേറെ ശക്തമായി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ടുഗദർനെസ്. ഇംഗ്ലീഷിൽ ടുഗദർ എന്ന ധാരാളം പ്രാവശ്യം ചേർത്ത് പണിയുന്നു, ഒരുമിച്ച് നിൽക്കുന്നു, ഒരുമപ്പെട്ടിരിക്കുന്നു, ഒരവയവമല്ലോ എന്നിങ്ങനെ ഒരുമയെന്ന് വളരെ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റേത് ലേഖനത്തെക്കാൾ വലിയ ഒരു ലേഖനമാണ് എഫേസ്യ ലേഖനം. എഫേസ്യ ലേഖനത്തിൽ ഒരുമ അല്ലെങ്കിൽ ചേർന്ന് എന്നുള്ളതായ ടുഗദർനെസ് ധാരാളം പ്രാവശ്യം പലയിടങ്ങളിലും നിങ്ങൾക്ക് കാണുവാൻ കൂടെ കഴിയും. അതുകൊണ്ട് ഒന്നാമതായി ഞാൻ പറയട്ടെ, ആത്മീയ യുദ്ധത്തിൽ ജയിക്കണം എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ലെവലാകണം. ആ ലെവൽ ഓഫ് ഗ്രൗണ്ടിന്റെ പേരാണ് യൂണിറ്റി. ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ എന്തുള്ളൂ? ജയമുള്ളൂ. ശത്രുവിന് മേൽ ഐക്യതയുണ്ടെങ്കിൽ മാത്രമേ ജയമുള്ളൂ. കാരണം ഭിന്നത എന്ന് പറയുന്നത് സാത്താൻ്റെ പൊതുവായിട്ടുള്ളതായ ഒരായുധമാണ്. ഭിന്നത, അത് വീട്ടിൽ നിന്ന് ഭിന്നിച്ചാലും ശരി, അത് ചർച്ചിൽ ഭിന്നിച്ചാലും ശരി, ഭിന്നത എന്ന് പറയുന്നത് പിശാചിൽ നിന്ന് വരുന്നു. ഡിവിഷൻ കംസ് ഫ്രം ദ ഡെവിൾ. യൂണിറ്റി, ഐക്യത ദൈവത്തിൽ നിന്നാണ് കടന്നു വരുന്നത്. ഭിന്നത പിശാച് കൊണ്ടുവരുന്നു, ഐക്യത ദൈവത്തിൽ നിന്ന് കൊണ്ടുവരുന്നു. നിങ്ങൾ കേൾക്കുന്ന വീട് ഭിന്നതയുടെ വീടല്ല,
പകരം ആ വീട് എന്തോ വീടാണ്? ഐക്യതയുടെ വീടാണ്. 1, ദൈവം ഏകനാണ്. 2, ദൈവിക കൂട്ടായ്മയാണ്. 3, ദൈവിക തൃത്വം അല്ല, ദൈവിക ഐക്യതയുടെ സംഖ്യയാണ്. പിതാവ്, പുത്രൻ, പരിശുദ്ധ ആത്മാവ്. സ്വതൃത്വം എവിടെയുണ്ടോ അവിടെ ഐക്യത ഉള്ളതുപോലെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ ഐക്യത വെളിപ്പെടേണ്ടതായ സ്ഥലമാണ് ദൈവത്തിൻ്റെ സഭ. തിരുവനന്തപുരംകാരാണല്ലോ ഭൂരിപക്ഷം. ഇവിടെ നമുക്ക് 2 ക്ലബ്ബുണ്ട്. ഒന്ന് ട്രിവാൻഡ്രം ക്ലബ്ബ്, മറ്റൊന്ന് ശ്രീമൂലം ക്ലബ്ബ്. ഏറ്റവും കൂടുതൽ സ്തോത്രമാതെ ഐക്യത വെളിപ്പെടേണ്ടത് ഒരു ക്ലബിലുമല്ല, ലയൺസ് ക്ലബിലോ റോട്ടറി ക്ലബിലോ ഒരു ക്ലബിലുമല്ല. ഐക്യത ഏറ്റവും കൂടുതൽ കാണേണ്ടത് ദൈവത്തിൻ്റെ ജനത്തിലാണ്. ഐക്യതയ്ക്കെതിരെ ഉയരുന്നതായ പ്രവണതകളും ശബ്ദവും എന്ന് പറയുന്നത് സ്തോത്രം അത് പൈശാചികമാണ്. ഞാനിത് പറഞ്ഞു വരുമ്പോൾ ഈ പ്രത്യേക ഭാഗം പഠിപ്പിക്കുമ്പോൾ എനിക്കൊരു സംഭവം ഓർമ്മ വരികയുണ്ടായി. വർഷങ്ങൾക്ക് മുമ്പ്, പ്രോബ്ലി ഒരു 5-8 വർഷം മുമ്പ്, ഇവിടെ നിന്ന് ഒരു 70 കിലോമീറ്റർ അകലെ ഒരു സ്ഥലത്ത് കുറച്ച് പാസ്റ്റർമാര് ഒരുമിച്ച് കൂടി ഇങ്ങനെ ഉപവസിക്കുന്നു എന്നറിഞ്ഞു. 40 days fasting. ആ 40 ദിവസത്തെ ഉപവാസത്തിന്റെ കൺക്ലൂഷൻ ഡേയ്സിനോടനുബന്ധിച്ച് 38-മോ 39-മോ ദിവസമാണെന്ന് തോന്നുന്നു. എനിക്ക് വ്യക്തമായിട്ട് ഓർക്കാൻ കഴിയുന്നില്ല, ഒത്തിരി വർഷമായി. 38-മത്തെ ദിവസമായിരിക്കും, അല്ലെങ്കിൽ 39-മത്തെ ദിവസമായിരിക്കും. ഉപവാസ പ്രാർത്ഥനയുടെ കൺക്ലൂഷൻ ഡേക്ക് ഒരു സെഷന് ശുശ്രൂഷിപ്പാൻ വളരെ അവർ നിർബന്ധിച്ചു. വളരെ തിരക്കുള്ള ദിവസമായിരുന്നു. സോ അങ്ങനെ ഒരു സെഷൻ അവിടെ ശുശ്രൂഷിപ്പാൻ വേണ്ടി എത്തി. ആത്മീയ യുദ്ധമൊന്നും ഒന്നല്ല, കർത്താവിൻ്റെ കൂട്ടായ്മയും അതിനെ തുടർന്നുള്ള ശുശ്രൂഷകളെയും കുറിച്ചുള്ളതായ ഒരു വിഷയത്തെക്കുറിച്ച് നന്നായി പ്രസംഗിച്ച് ദൂതിൻ്റെ ഇടയ്ക്കായപ്പോൾ അന്തരീക്ഷം ഭയങ്കരമായി ഡ്രിഫ്റ്റായി, ഭയങ്കരമായി ഷിഫ്റ്റായി. അവിടെ കൂടിയിരുന്നതിൽ ഒരു 300-350 വിശ്വാസികൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. ഒരു 100ഓളം പാസ്റ്റേഴ്സ് ഉണ്ട്. ആ 100 പാസ്റ്റേഴ്സ് പോയാൽ ബാക്കിയുള്ളതായ 250 പേർ വിശ്വാസികളാണ്. ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല കാര്യം. പക്ഷേ ആ ദൂതിനെ ഇടയ്ക്കായപ്പോഴേക്കും 21 ദിവസം ഉപവസിച്ചവർ, 10 ദിവസം ഉപവസിച്ചവർ, 14 ദിവസം ഉപവസിച്ചവർ, 7 ദിവസം ഉപവസിച്ചവർ എന്ന് തുടങ്ങി ആ ദൈവദാസന്മാർ എന്ന് പറയുന്നതിൽ നിന്ന് ഭൂതം ഇങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങി. വിശ്വാസികളിൽ നിന്ന് ഭൂതം മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. അതിശയിച്ചു. നിങ്ങൾക്ക് അതിശയമായിരിക്കേ. കുറുന്തോട്ടിക്ക് എങ്ങനെയാ വാദം വരുന്നത്? ചങ്ങലയ്ക്ക് എങ്ങനെയാ ഭ്രാന്ത് പിടിക്കുന്നത്? ചങ്ങല ഭ്രാന്തന്മാരെ കെട്ടാനുള്ളതാണ്. കുറുന്തോട്ടി വാദത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വിശ്വാസി എന്ന് പറയുന്നത് ഭൂതം കയറി ഇറങ്ങുന്ന കാരിയർ അല്ല. വിശ്വാസി എന്ന് പറയുന്നത് ലൂസിഫറിന്റെ ചവറ്റുകൊട്ടയല്ല. വിശ്വാസി ഭൂതത്തെ പുറത്താക്കേണ്ട ആളാണ്, അല്ലാതെ വിശ്വാസി ഭൂതം കൊണ്ടു കിടക്കേണ്ട ആളല്ല. ഒരിക്കൽ കൂടെ, വിശ്വാസി എന്ന് പറയുന്നവൻ ഭൂതത്തെ പുറത്താക്കേണ്ട ആളാണ്. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അല്ലാതെ ഭൂതം വിശ്വാസിയുടെ മേൽ വസിക്കണം എന്ന് ഒരിക്കലും കർത്താവ് പറയുന്നില്ല. അത് തെറ്റാണ്. സോ ഇറ്റ്സ് സച്ച് എ കോൺട്രഡിക്ഷൻ. അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തുകൊണ്ടാണ് വിശ്വാസികൾ എന്ന് പറയുന്നവർ, സ്തോത്രം ദൈവദാസന്മാർ എന്ന് പറയുന്നവരിൽ നിന്ന് ഭൂതം ഇങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഭൂതം വിശ്വാസികളിൽ നിന്നും ദൈവദാസന്മാരിൽ നിന്നും പുറത്താക്കേണ്ട ഗതികേട് വരുന്നത്? അതൊരു ഗതികേടാണ്. എന്തുകൊണ്ടാണ് സ്തോത്രം അതുണ്ടാകുന്നത്? അപ്പൊ ഈ ഭൂതത്തിനറിയത്തില്ല അവൻ ഇരിക്കുന്ന പെന്തിക്കോസ് പള്ളിയിലാണ്. ദൈവത്തിനും പലപ്പോഴും അറിയത്തില്ല നീ ഇരിക്കുന്നത്. കർത്താവ് നമ്മൾ പോകുന്ന ചർച്ചിന്റെ ബോർഡല്ല നോക്കുന്നത്, നമ്മുടെ ഹൃദയമാണ് നോക്കുന്നത്. അപ്പോൾ അത് ഞാൻ വളരെ അണ്ടർലൈൻ ചെയ്ത് പറയട്ടെ. ദൈവം നോക്കുന്നത് നമ്മൾ പോകുന്ന പള്ളിയുടെ പേരോ പാസ്റ്ററുടെ പേരോ ഒന്നുമല്ല. ദൈവം നോക്കുന്നത് നമ്മുടെ ലൈഫാണ് നോക്കുന്നത്, നമ്മുടെ ജീവിതമാണ് നോക്കുന്നത്. മനുഷ്യൻ മുഖത്തെ ഉള്ളത് നോക്കുന്നു, ദൈവം ഹൃദയങ്ങളെ കാണുന്നു. അതുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഏത് പള്ളിയിൽ പോകുന്നു എന്നതല്ല പ്രധാനം. നമ്മൾ രക്ഷിക്കപ്പെടുന്നത്, സ്നാനപ്പെടുന്നത്, ആത്മാവിൽ ആരാധിക്കുന്നത്, അന്യഭാഷകളിൽ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ സ്തോത്രം ഭാഗമാണ്, അനുസരണയുടെ ഭാഗമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലുത്. അപ്പോൾ ജീവിതത്തിൽ ജയിക്കണം. ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ സ്തോത്രം ജയജീവിതം ചെയ്യുവാൻ കഴിയത്തുള്ളൂ. എഴുതിയെടുക്കുക, ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ. അല്ലാതെ പെന്തിക്കോസ് പോകുന്നവർക്കല്ല, സ്നാനപ്പെട്ടവർക്കല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്നത് പോലെ ജീവിതത്തിൽ ജയിക്കുന്നവർക്ക് മാത്രമേ ജയജീവിതം നയിപ്പാൻ കഴിയത്തുള്ളൂ. ജീവിതത്തിൽ ജയിച്ചാലേ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ജീവിതത്തിൽ ജയിക്കണം. നോക്കണമേ, ജീവിതത്തിൽ തോറ്റുപോയാൽ എന്ത് ചെയ്യും? ജീവിതത്തിൽ തോറ്റുപോയാൽ സംഭവിക്കുന്നത് 27-ാം വാക്യം, പിശാചിന് ഇടം നമ്മൾ കൊടുത്തുപോയി. സാത്താന് നമ്മൾ ഇടം കൊടുക്കുകയാണ്. ജീവിതത്തിൽ തോറ്റുപോയാൽ, ദൈവവചനമില്ലാത്തതായ ജീവിതത്തിൽ തോറ്റുപോയാൽ
സ്തോത്രം. അത് എന്ത് ചെയ്യുന്നു? അവിടെ പിശാചന് ഇടം കൊടുക്കുകയാണ്. അവിടെ രണ്ട് മനുഷ്യരെ കുറിച്ചാണ് അതിന് മുകളിൽ നമുക്ക് സ്തോത്രം വായിച്ചു കേട്ടത്. 22-ാം വാക്യത്തിൽ ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന പഴയ മനുഷ്യൻ, പിന്നെ സത്യത്തിന് 24-ാം വാക്യം, സത്യത്തിന്റെ ഫലമായി നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. പഴയ മനുഷ്യനെ ഉപേക്ഷിക്കുന്നു, പുതിയ മനുഷ്യന്റെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് ജീവിക്കുന്നു. പഴയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതായ കാലം, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ളതായ സ്വഭാവം. അതാണ് ഒന്നാം ആദാമിന്റെ സ്വഭാവം, ആദാമിയ സ്വഭാവം. പിന്നെ രക്ഷിക്കപ്പെട്ട ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ ഒടുക്കത്തെ ആദാമായ യേശുവിന്റെ സ്വഭാവം. മനസ്സിലാകുന്ന ആമേൻ പറഞ്ഞ് അല്ലേ? സ്തോത്രം. അതെ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള പഴയ മനുഷ്യന്റെ സ്വഭാവം. ആ പഴയ മനുഷ്യന്റെ സ്വഭാവം എവിടെയുണ്ടോ അവിടെ ആരുണ്ട്? അവിടെ പിശാചിന് ഇടമുണ്ട്. രക്ഷിക്കപ്പെടുന്നതിന് മുൻപുള്ളതായ വാക്ക്, പ്രവൃത്തി, നോട്ടം, സ്വഭാവം എന്നിവയുണ്ടെങ്കിൽ ബി കെയർഫുൾ. അവിടെ എന്തുണ്ടായിരിക്കും? അവിടെ പിശാചിന് ഇടം ഉണ്ടായിരിക്കും. സോ അങ്ങനെ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും, ആത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറഞ്ഞിട്ടും, സ്തോത്രം ദൈവസഭയിൽ വന്നു എന്ന് പറഞ്ഞിട്ടും, പഴയ മനുഷ്യന്റെ സ്വഭാവത്തിൽ നിൽക്കുമ്പോൾ അത് സാത്താൻ ഇടമാണ്. സ്തോത്രം. പുതിയ മനുഷ്യന്റെ സ്വഭാവത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം പറയുന്നു. 24-ാം വാക്യം, സത്യത്തിന്റെ ഫലമായ നീതി, വിശുദ്ധി, ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യൻ. സ്തോത്രം. നോക്ക്, എന്തുവാണ്? സത്യത്തിന്റെ ഫലമായ സത്യമുണ്ട്, നീതിയുണ്ട്, വിശുദ്ധിയുണ്ട്, ദൈവാനുരൂപമായിട്ടാണ് ആ പുതിയ മനുഷ്യൻ ജീവിക്കുന്നത്. 24-ാം വാക്യം. എന്നാൽ പഴയ മനുഷ്യന്റെ സ്വഭാവം ഒരു ലോങ് ലിസ്റ്റ് തന്നെ അവിടെ കൊടുക്കുന്നു. ഞാൻ പറയാം, ആ പഴയ മനുഷ്യന്റെ ലിസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവത്തിന്റെ മക്കളെന്ന് പറയുന്നവർ, സ്തോത്രം, അവർക്ക് സത്യത്തിന്റെ ഫലമായി നീതി, വിശുദ്ധിയും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചു കൊള്ളണം. ഇത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളല്ല, പല സ്ഥലങ്ങളിൽ ഞാൻ ഈ ഗതികേട് കണ്ടിട്ടുണ്ട്. ഗതികേടാണ്. വിശ്വാസികൾ എന്ന് പറയുന്നവരിൽ നിന്ന് ഭൂതം പുറത്തു വരുന്നു. ഇവിടെ നിന്ന് തെക്കോട്ട് യാത്ര ചെയ്യുമ്പോഴേക്കും ഒരു ചർച്ചിൽ പോയത് ഞാൻ ഓർക്കുന്നു. ഒരു വൈകിട്ട് ശുശ്രൂഷിക്കാൻ വേണ്ടി പോയി, പ്രസംഗിച്ചു തുടങ്ങി. ഒരു 15 മിനിറ്റ് ആയപ്പോൾ പിന്നെ അങ്ങോട്ട് ഭൂതമായി. ഭൂതം പുറത്ത് വരിക. ഏറ്റവും ഫ്രണ്ട് റോയിലിരുന്ന പാട്ട് നിയന്ത്രിക്കുന്ന ആൻറ്റിയിൽ നിന്ന് ഭൂതം പുറത്ത് വരിക. എന്തോ ചെയ്യും? അടുത്ത കാലത്ത് സ്നാനപ്പെട്ട പെണ്ണിൽ നിന്ന് ഭൂതം പുറത്ത് വരിക. അവസാനം ഭൂതബാധിതരായി ഭൂരിപക്ഷം. ഭൂതമില്ലാത്ത കുറച്ച് വരെയുള്ളൂ. ആ ചർച്ചിൻ്റെ സെക്രട്ടറിയുടെ ഭാര്യയിൽ നിന്ന് വരെ ഭൂതമിളകിയപ്പോൾ ആ പാസ്റ്റർ വന്നിട്ട് പുള്ളി പറഞ്ഞു, പ്രസാദ് പാസ്റ്റർ, അയ്യോ അറിയാതെ പേര് പറഞ്ഞു, ഞാനൊരു നിഷ്കളങ്കനായതുകൊണ്ട്, സ്തോത്രം. പുള്ളി വന്നിട്ട് പ്രകാരം പറഞ്ഞു, മതി മതി, ഇന്നത്തേക്ക് മതി. തട്ടി നിർത്തി. കാരണം പുള്ളിക്ക് പേടിയായി, ഇനി പുള്ളിയുടെ ഭാര്യയിൽ നിന്ന് ഭൂതം വരുമോ എന്നായിരിക്കും അദ്ദേഹത്തിന് പേടി. സോ അങ്ങനെ ഞാൻ ചിന്തിക്കുന്നു, സ്തോത്രം, അതെ, അങ്ങനെ ഒരു ഡെലിവറൻസ് ദൈവകൃപയാൽ വെളിപ്പെട്ടെങ്കിൽ എത്രയോ നന്നായിരുന്നു. ഈ ഒളിച്ചിരിക്കുന്ന ദുരാത്മാക്കളെല്ലാം പുറത്തു വരുന്ന വിടുതലിന്റെ ദിവസങ്ങളായി ഈ ദിവസങ്ങളായി തീർന്നെങ്കിൽ എത്രയോ നന്നായിരുന്നു. അപ്പോൾ ദുരാത്മാക്കളുടെ ഇൻവേഷൻ ഒരു വ്യക്തിക്കുണ്ടെങ്കിൽ ആ വ്യക്തി ആത്മീയത്തിൽ വളരത്തില്ല, തഴയ്ക്കത്തില്ല. നിങ്ങൾ അനേകർ, അല്ലെങ്കിൽ നമ്മൾ അനേകർ നമ്മുടെ ആത്മീയ ജീവിതം വളരാതെ മുരടിച്ചു പോകുന്നത് ഒരു പച്ചില പുഴു അവിടെ ഇരിക്കുന്നത് കൊണ്ടാണ്. നല്ലൊരു സസ്യം നട്ടു, നല്ലൊരു ചെടി നട്ടു എന്ന് വിചാരിക്കുക, നല്ല വിത്ത് കിട്ടും, അല്ലെങ്കിൽ നല്ല കായുണ്ടാകും, നല്ല ഫലം ഉണ്ടാകും. പക്ഷേ അത് വളരുന്നില്ല. എൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ പഴുത്തു വാടിപ്പോകുന്നു. എൻ്റെ ഇലകളെല്ലാം ഇങ്ങനെ വെട്ടിക്കളയുന്നെങ്കിൽ എന്തോ പച്ച ഇല ഉള്ളതായ, പച്ചയാണ്, അത് തിരിച്ചറിയാൻ കഴിയുന്നില്ല, പച്ച നിറത്തിലുള്ള എന്തോ ഒരു ജീവി, എന്തോ ഒരു പുഴു അതിലുള്ളത് കൊണ്ട് ആ ചെടിയെ ആക്രമിച്ചതിനെ തകർക്കുന്നത് പോലെ ദുരാത്മാക്കളുടെ ഇൻവേഷൻസ് സോക്കോള ദൈവമക്കളിൽ ഉള്ളത് കൊണ്ട് 25 വർഷമായി സ്നാനപ്പെട്ടിട്ട്, 30 വർഷമായി സ്നാനപ്പെട്ടിട്ട്, പക്ഷെ യാതൊരു വളർച്ചയും അവിടെ ഉള്ളിൽ ഉണ്ടാകുന്നതേയില്ല. ഇവിടെ ഉള്ളിൽ പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നിങ്ങൾ തഴയ്ക്കും. സംഗീതക്കാരൻ പറയുന്നത് പോലെ നോറ്റിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ നിങ്ങൾ വളരും. നിങ്ങൾ നനഞ്ഞ തോട്ടം പോലെ വറ്റാത്ത നീരൊറോ പോലെയായിരിക്കും. നിങ്ങൾ വളരും. കാരണം തൊട്ടടുത്ത് ആറ്റരികത്താണ് നിങ്ങൾ നട്ടിരിക്കുന്നത്. ആറിൽ എന്തുകൊണ്ട്? വെള്ളമുണ്ട്. വെള്ളമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, പരിശുദ്ധ ആത്മാവിൻ്റെ സാന്നിധ്യം നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ വളരും. നിങ്ങൾ വരണ്ട് നിൽക്കേണ്ടവരല്ല. അതുകൊണ്ട് ഞാൻ നിങ്ങൾ നോക്കി വെല്ലുവിളിച്ച് പറയുകയാണ്, വളർന്നേ പറ്റത്തുള്ളൂ, വളർന്നേ പറ്റത്തുള്ളൂ. നിങ്ങൾ പൊറോട്ട കഴിച്ചോ ചപ്പാത്തി കഴിച്ചോ,
നിങ്ങൾ മെഴ്സിഡസ് ബെൻസ് ഡ്രൈവ് ചെയ്തോ, പ്രാഡോ ഡ്രൈവ് ചെയ്തോ, ഐ ഡോണ്ട് കെയർ. നിങ്ങൾ സെൻട്രൽ എ സിയിൽ കിടന്നോ, വിൻഡോ എ സി കിടന്നോ, എ സി ഇല്ലാതെ കിടന്നോ, പായിൽ കിടന്നോ, എനിക്ക് കുഴപ്പമില്ല. ഞാൻ ഇന്നും പോയി ആദിവാസികളുടെ വീട്ടിൽ പാർക്കാൻ കാത്തിരിക്കുന്നവനാണ്. നോർത്ത് ഇന്ത്യ എപ്പോൾ തുറക്കും? ആദിവാസികളുടെ ഇടയിൽ ശുശ്രൂഷിക്കാൻ പോകണം. അതുകൊണ്ട് സ്തോത്രം ഇതൊന്നുമല്ല. പകരം ഒരു ഭയങ്കര കാര്യം ഞാൻ പറയട്ടെ. പെട്രോളിൽ തീ വീണാൽ ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാകുന്നത് പോലെ ഒരു എക്സ്പ്ലോസീവായി നിങ്ങളിൽ വെളിപ്പെടേണ്ട ഒരു കാര്യമാണ് ആത്മീയ വളർച്ച. അതുണ്ടായേ പറ്റത്തുള്ളൂ. ആത്മീയ വളർച്ച. എല്ലാവരും പറഞ്ഞ സുരേഷ് ആനി ഉൾപ്പെടെയുള്ള എല്ലാവരും ശബ്ദം ഉയർത്തി പറഞ്ഞ് ആത്മീയ വളർച്ച. എന്താണ് ആത്മീയ? അതുണ്ടായേ പറ്റത്തുള്ളൂ ദൈവമക്കൾ. അല്ലെങ്കിൽ നമ്മൾ ഫെയിലിയറാണ്. അല്ലെങ്കിൽ ഈ തലമുറയിൽ നമ്മൾ ശുദ്ധ പരാജയ. പെട്രോളിൽ തീ വീണതുപോലെ ആത്മാവിൽ നമ്മൾ വളർന്നേ പറ്റത്തുള്ളൂ. അപ്പൊ ആത്മീയ വളർച്ചയ്ക്കെതിരെ നിൽക്കുന്നതായ പല കാര്യങ്ങളുണ്ട്. അത് സ്തോത്രം ഈ അധ്യായത്തിൽ ദുരാത്മാക്കളുമായ ബന്ധത്തിൽ സ്തോത്രം നമുക്ക് ഇന്ന് രാത്രി ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. അപ്പൊ 24-ാം വാക്യത്തിൽ സത്യത്തിന്റെ ഫലമായി, സത്യം എന്ന് പറയുന്ന കർത്താവാണ്. സത്യം എന്ന് പറയുന്നത് കഴിഞ്ഞ ബുധനാഴ്ച ഞാൻ പറഞ്ഞ പോലെ ദൈവവചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. തൃത്വത്തിൽ ഒന്നാമനാണ്, തൃത്വത്തിൽ രണ്ടാമനാണ്. സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിച്ചുകൊള്ളു. 25-ാം വാക്യം മുതലാണ് സാത്താന്യ ഇൻവേഷനെ കുറിച്ചുള്ളതായ സാത്താന്യ വാതിലുകളെ കുറിച്ച് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്നത്. 25-ാം വാക്യം. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച്. നമ്പർ 1 ഭോഷ്ക്. സാത്താൻ നിങ്ങളിൽ കയറുന്ന ഒന്നാമത്തെ കാര്യമാണ് ഭോഷ്ക്, കള്ളം. എല്ലാ ബിസിനസ്സുകാരും കേൾക്കണം. ഭോഷ്ക് 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 ഉപയോഗിച്ചു. കഴിഞ്ഞ ദിവസം നമ്മുടെ ഓഫീസിൽ ഒരു സഹോദരി ഓടി വന്നിട്ട് പറഞ്ഞു, 300 രൂപ ആ സാധനത്തിന് വിലയുള്ളൂ. ആ മനുഷ്യൻ 11,400 രൂപ മേടിച്ചു. 300 രൂപ ആ സാധനത്തിന് വിലയുള്ളൂ, 11,400 രൂപ ആ മനുഷ്യൻ സ്തോത്രം അതെ മേടിച്ചു. ജോൺ ബോസ്കോ ചിരിക്കുകയാണ്. എന്നോടുള്ള സന്തോഷത്തിൽ ചിരിക്കുകയാണ്. ഞാൻ പറയത്തില്ല ആരാ മേടിച്ചെന്ന് ഞാൻ പറയത്തില്ല. ഭോഷ്ക്, പണത്തിന് വേണ്ടി ഭോഷ്ക്, കച്ചവടത്തിൽ ഭോഷ്ക്. എന്തിന്? സഭയ്ക്ക് പുറത്തുള്ള കാര്യം പറയുന്നു, സഭയ്ക്കകത്ത് പോലും ഭോഷ്ക്. ഈ മീഡിയ ടീം ഈ ഇരിക്കുന്നവർ പറഞ്ഞു സ്തോത്രം പല സമയത്ത് സ്തോത്രം എന്താണ് ഈ യൂട്യൂബ് അതുപോലെയുള്ള കാര്യാദികളിൽ കാണിക്കുന്ന ഓഡിയൻസിൻ്റെ എണ്ണത്തിൽ പോലും ഭോഷ്കാണ്. അതിനൊരു പേരവർ പറയും. എൻ്റെ തലയ്ക്കകത്ത് ഈ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാനും അപ്പോസ്തല പ്രവൃത്തിയൊക്കെ ഇരിക്കണം എന്നുള്ളത് കൊണ്ട് ആവശ്യമില്ലാത്ത ആ ബോട്ട് എന്ന് പറയുന്ന ആ പേര് ഞാനങ്ങ് സ്തോത്രം മറക്കാൻ ശ്രമിക്കുകയാണ്. ഇപ്പോൾ പൈസ കൊടുത്താൽ മതി, യൂട്യൂബിന് പൈസ കൊടുത്താൽ മതി. 1000 പേര് കാണുന്നതിന് പകരം 2500 എന്ന് കാണിക്കും. ഭോഷ്ക്. ഇതാരെ കാണിക്കാനാണ്? ദൈവത്തെ കാണിക്കാനോ? ദൈവം സത്യവാനാണ്. 5 പേരെ കണ്ടാൽ മതി, ആരെ കാണിക്കണ്ട. സ്തോത്രം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3rd സർവീസ് അല്ലെങ്കിൽ 4th സർവീസ് എന്ന് പറയുന്നത് ഗാഡ് ഈസ് മൈ ഓഡിയൻസ്. ദൈവമാണ് എൻ്റെ ഓഡിയൻസ്. എൻ്റെ മുന്നിലിരിക്കുന്നവരല്ല എൻ്റെ ഓഡിയൻസ്. എൻ്റെ മുന്നിലിരിക്കുന്നവരെ കൈയടിപ്പിക്കാനും പ്രീതിപ്പെടുത്താനും അല്ല ഞാൻ നോക്കേണ്ടത്. നിങ്ങൾ എന്നെ പ്രീതിപ്പെടുത്താനോ നിങ്ങളുടെ ചുറ്റുപാടിൽ ഇരിക്കുന്നവരെ നോക്കാനല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത്. ദൈവം നിങ്ങളെ വാച്ച് ചെയ്യുന്നു. ദൈവമാണ് നിങ്ങളുടെ ഓഡിയൻസ്. ദൈവം കള്ളത്തിൻ്റെ ദൈവമല്ല. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണോടികൂടിയവനായ ദൈവം, അവൻ സത്യത്തിൻ്റെ ദൈവമാണ്. അതുകൊണ്ട് സ്തോത്രം ഭോഷ്ക് നമുക്ക് വേണ്ട. സ്തോത്രം സത്യത്തിന് വേണ്ടി നിൽക്കാം. ഒന്ന് ഭോഷ്ക് ഉണ്ടെങ്കിൽ ആര് കയറും? മറ്റവൻ്റെ ഇടമാണ്, അവൻ കയറും. ഭോഷ്ക്. ആകയാൽ ഭോഷ്ക് ഉപേക്ഷിച്ച്. എല്ലാവരും പറഞ്ഞാട്ടെ, ഭോഷ്ക് ഉപേക്ഷിച്ച്. ഓരോരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് സത്യം സംസാരിപ്പൻ. എത്ര പേര് ചർച്ചിലുണ്ട് സത്യം സംസാരിക്കും? എത്ര പേര് യൂട്യൂബ് കണ്ടു സത്യം സംസാരിക്കാൻ? എത്ര സ്തോത്രകാഴ്ച കണ്ടു സത്യം സംസാരിക്കാൻ? നാം തമ്മിൽ അവയവങ്ങളല്ലോ. 26-ാം വാക്യം. ഇത് കോമൺ ആണ്. 26. ഈ എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. എല്ലാവരും ഒന്ന് കണ്ടോട്ടെ. അടുത്ത വാക്യം വായിക്കുമ്പോൾ ഇത് ആർക്കൊക്കെ ഉണ്ടെന്ന് ഞാനൊന്ന് കണ്ടോട്ടെ. എല്ലാ ഓഫീസർമാരും ഉണ്ട്, എല്ലാ ഓഫീസേഴ്സും ഉണ്ട്. 26-ാം വാക്യം നിങ്ങൾ തന്നെ വായിക്കും. സ്വന്തം കാര്യം നിങ്ങൾ തന്നെ വായിക്കും. ഞാൻ എന്തിനാണ് വായിക്കുന്നത്? സ്വന്തം കാര്യം നിങ്ങൾ തന്നെ. 26 എഫേസ്യർ 4:26. എല്ലാവരും വായിക്കും. അടുത്തിരിക്കുന്നവർ കേൾക്കണം. എല്ലാവരും ഒന്ന് വായിച്ചേ.
വിജയങ്ങൾ വായിക്കുക. കാമാൻ, എല്ലാവരും ഒന്ന് വായിക്കുക. എല്ലാ സഹോദരിമാരും വായിക്കുക. എന്നെ തുറച്ചു നോക്കാതെ, ഞാനല്ല എഴുതിയത്, എന്നെ നോക്കാതെ നിങ്ങൾ നോക്ക്. എഫേസ്യർ 4:26 വായിച്ചോ. ഈ ഹാളിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 20, 20, 22 പേര് ഈ ഹാളിൽ ഇരിപ്പുണ്ട്. എല്ലാവരും വായിക്കുക. എഫേസ്യർ 4:26 എന്താണ്? കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം നിങ്ങൾ കോപം വെച്ചുകൊണ്ടിരിക്കല്ല. നീണ്ടു നിൽക്കുന്ന കോപം, വന്നു പോകുന്ന കോപമല്ല, വന്നു പോകുന്ന കോപം. ഞാൻ കോപിക്കുന്ന മനുഷ്യനാണ്. എന്നെക്കുറിച്ച് ഇവിടെയുള്ള പകുതിയിലധികം പേരുടെയും സ്തോത്രം പരാതി അതാണ്. സുരേഷ് ബാബു കോപിക്കുന്നവനാണ്. യെസ്, ഞാൻ കൊഞ്ചുന്നവനല്ല. കൊഞ്ചുന്നതിനേക്കാൾ ഒത്തിരി നല്ലതാണ് കോപിക്കുന്നത്. ഓ കമാൻ, ഹല്ലേലൂയ. പല പാസ്റ്റർമാർ കൊഞ്ചുമായിരിക്കും. നോ, ഐ ഡോണ്ട് ഹാവ് എനി ടൈം ഫോർ ദാറ്റ്. ഐ എം സോറി. ഇത് വേറെ ബ്രീഡാണ്. ഹല്ലേലൂയ. കുരയ്ക്കാതെ കുടക്കുന്ന കൊടിച്ചുപെട്ടിയേക്കാൾ ഇടയ്ക്കിടയ്ക്ക് കുരയ്ക്കുന്ന റോഡ് വീലറാണ് ഏറ്റവും നല്ലത്. സ്തോത്രം. അത് വൺ മാസ്റ്റർ ഡോഗാണ്. ബട്ട് ഈവൻ ദെൻ കോപം, ഇത് നന്മയുടെ കോപമാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് കോപമുണ്ട് ദൈവമക്കളെ. ദൈവകോപം എന്നൊക്കെ ധാരാളം നമ്മൾ വായിക്കുന്നു. പക്ഷേ ഇവിടെ ദൈവത്തിൻ്റെ ദാസന്മാരെ സംബന്ധിച്ച് സ്തോത്രം, അതെ, ദൈവമക്കളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, ദൈവത്തിൻ്റെ മക്കളെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്, നീണ്ടു നിൽക്കുന്നതായ കോപം, പലരോടുമുള്ളതായ കോപം. പലർ നിങ്ങൾക്ക് തിന്മ ചെയ്യുമ്പോൾ, സ്വന്തം മക്കളാകട്ടെ, അയൽവാസികളാകട്ടെ, സഹവിശ്വാസികളാകട്ടെ, മറ്റുള്ളവരോട് നീണ്ടു നിൽക്കുന്ന കോപം. സ്തോത്രം. ആ കോപം എന്ന് പറയുന്നത്, നീണ്ടു നിൽക്കുന്ന ആ കോപം, അതൊരിക്കലും ആത്മാവിൽ നിന്നല്ല വരുന്നത്. അത് നിങ്ങളുടെ ഫ്ലഷാണ്, നിങ്ങളുടെ ജഡമാണ്. ആ ജഡീക നീണ്ടു നിൽക്കുന്നതായ കോപം ആ ജഡത്തിൻ്റെ സ്വഭാവമായതുകൊണ്ട്, അത് മണ്ണിൻ്റെ സ്വഭാവമായതുകൊണ്ട്, മണ്ണിൽ ഇഴയുന്നതായ പാമ്പ് ആ കോപത്തിൽ കയറിയിരിക്കും. അതുകൊണ്ട് നീണ്ടു നിൽക്കുന്ന കോപം. വർഷങ്ങളായി മറ്റുള്ളവരോട് കോപം കൊണ്ട് നടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, നാളുകളായി കോപം കൊണ്ട് നടക്കുന്നവരാ ഉണ്ടെങ്കിൽ, രാത്രി കോപത്തിൻ്റെ ഒരു ടൈമിംഗ് പരിശുദ്ധാത്മാവ് പറയുന്നു, സൂര്യൻ അസ്തമിക്കുമ്പോഴേക്കും നിങ്ങളുടെ കോപം പോയിരിക്കണം. 26 വാക്യം, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പിൻ, സൂര്യൻ അസ്തമിക്കോളം നിങ്ങൾ കോപം വച്ചുകൊണ്ടിരിക്കല്ല. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ പറയാം, ഉറങ്ങുന്നതിന് മുൻപ് ആ കോപം കളഞ്ഞേക്കണം. മാക്സിമം രാത്രി ബെഡ്റൂമിൽ കയറി, കർത്താവേ നീയെല്ലാം അറിയുന്നു, ഞാനിതാ അറിയുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമല്ലോ, അവസാനത്തെ പ്രാർത്ഥന. അപ്പോഴേക്കും നിങ്ങളുടെ ഉള്ളിൽ ആ കോപം പാടില്ല. ആ കോപത്തെ കളഞ്ഞേക്കണം. ഇല്ല, കണ്ടിന്യൂസ് ആയി ഞാൻ ക്ഷമിക്കത്തില്ല, ഞാൻ മറക്കത്തില്ല, ഞാൻ സഹിക്കത്തില്ല, അവനോട് 2 ചോദിച്ച് തന്നെയാകും എന്ന് പറയുന്നെങ്കിൽ ഉടനെ മനസ്സിലാക്കണം, നിങ്ങളുടെ ഉള്ളിൽ വേറൊരു വ്യക്തി കൂടെ കയറിയിട്ടുണ്ട്. പിശാചിന് ഇടം കൊടുക്കരുത്. വീണ്ടും കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പൻ. 28 വാക്യം, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. 28 വാക്യം. 28 വാക്യത്തിൽ അധ്വാനിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. മറുവശത്ത് ലേസിനസ്. സാത്താൻ ഒരുവൻ്റെ മേലുണ്ടെങ്കിൽ അവനെ കൊണ്ട് പണി ചെയ്യിപ്പിക്കത്തില്ല. അവൻ അലസനായിരിക്കും. അലസത വിട്ടുകളയണം. നമ്മളെല്ലാം ഭയങ്കരമായി അധ്വാനിക്കുന്നവരാണ്. നിങ്ങൾ വർക്കഹോളിക് ആയിരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങൾ അധ്വാനിക്കണം. ആദാമിനെ ദൈവമായ കർത്താവ് സൃഷ്ടിച്ച ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചപ്പോൾ ആദ്യം ചെയ്ത എന്തെന്നറിയോ? ആദാമിന് ആദ്യം ഉണ്ടായിരുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. അവന് കണ്ണ് തുറന്നു വന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമതുണ്ടായിരുന്നത് അവന് കല്യാണമല്ല, വർക്കാണ്. ആദാമിൻ്റെ രണ്ടാമത്തെ കാര്യം, ആ തോട്ടത്തെ അവൻ പാലിക്കണമായിരുന്നു. അതായിരുന്നു അവൻ്റെ വർക്ക്. ആ തോട്ടത്തെ പാലിക്കണമായിരുന്നു. അതാണ് അവൻ്റെ വർക്ക്. വർക്ക് ചെയ്യാത്തവൻ തിന്നല്ല. വർക്ക് ചെയ്യാത്തവൻ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതം കൂടെ അധോഗതിയിലാക്കാൻ അവനൊരിക്കലും കല്യാണം കഴിക്കല്ല.
ഒന്ന്, അവന് പ്രസൻസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ സാന്നിധ്യം. രണ്ടാമത്, അവൻ അധ്വാനിക്കണം. നിന്റെ അപ്പനിൽ നിന്നും അളിയനിൽ നിന്നും കൈനീട്ടി മേടിച്ചിട്ടല്ല നീ ജീവിക്കേണ്ടത്, അധ്വാനിച്ച് ജീവിക്കണം. നിന്റെ കയ്യിലെ അധ്വാനത്തെ ഞാൻ അനുഗ്രഹിക്കും, അതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് അധ്വാനിക്കുന്നവനാണ് അനുഗ്രഹിക്കപ്പെടുന്നത്. അധ്വാനിക്കുന്ന നിങ്ങളുടെ കയ്യെ അനുഗ്രഹിക്കുന്നവനാണ് ദൈവം. സ്വദേശത്തും വിദേശങ്ങളിലുമൊക്കെ അധ്വാനിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ദൈവമായ കർത്താവ് നിങ്ങളെ മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. അധ്വാനിക്കുവാനുള്ളതായ ബലം ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. ഇനി നിങ്ങളുടെ ഭവനത്തിലുള്ള ഏതെങ്കിലും പ്രിയപ്പെട്ടവർ, കുട്ടികൾ പഠിക്കുന്നില്ല, അലസരാണ്, മുറിയും പൂട്ടി അടച്ചിരിക്കുന്നു, ഭർത്താവ് അധ്വാനിക്കുന്നില്ല, വെറുതെ ഇരിക്കുന്നു, ചുമ്മാതിരിക്കുന്നു, പ്രാർത്ഥിച്ചോളണം. ഭയങ്കരമായി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളണം. അധ്വാനിക്കാതെ ഇരിക്കുന്നെങ്കിൽ അവരെ തളച്ചിട്ടിരിക്കുന്ന ഏതോ ഒരു കെട്ടുണ്ട്. അധികാരമുള്ള യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ലേസിനസും എല്ലാ അലസതകൾ മാറി പോകുമാറാകട്ടെ. 29-ാം വാക്യം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ലൂസ് ടോക്ക്. ദുരാത്മാവ് ഒരു വ്യക്തിയുടെ മുൻപിൽ, ദുരാത്മാവ് ഒരു വ്യക്തിയുടെ മേൽ ഉണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണ് ലൂസ് ടോക്ക്. ലൂസ് ടോക്ക്. ഞാൻ പറയട്ടെ എന്ന് പറഞ്ഞ് എപ്പോഴും കച്ചടത്തപ്പാ എന്ന് പറഞ്ഞ് ആരെങ്കിലും വാചകമടിച്ചിരിക്കുന്നത്, ബി കെയർഫുൾ. സ്തോത്രം. പരിശുദ്ധാത്മാവ് വാചകമടിക്കാൻ നിങ്ങളെ നിയോഗിക്കുന്നവനല്ല. സോ എല്ലാറ്റിനും ഒരു താളമുണ്ട്, എല്ലാ പാട്ടിനും ഒരു രാഗമുണ്ട്. ഒരു പാട്ടിന് ഒരു രാഗവും ഒരു താളവും ഉള്ളതുപോലെ നമ്മുടെ വാക്കുകൾക്കും ഒരു രാഗം ഉണ്ടായിരിക്കണം, ഒരു താളം ഉണ്ടായിരിക്കണം, അർത്ഥം ഒരു അച്ചടക്കമുണ്ടായിരിക്കണം. ചിലർ 24 മണിക്കൂർ ഫോണിലാണ്. രാവിലെ ഉണരുന്നത് അവരുടെ ശബ്ദം കേട്ടിട്ടായിരിക്കും. ഞാൻ നിങ്ങളുടെ വീട്ടിലുള്ളവരെ കാര്യമാണ് പറഞ്ഞത്, എൻ്റെ കാര്യമല്ല. രാത്രി നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതും അവിടെ വാചകം വഴി കേട്ടിട്ടായിരിക്കും. സ്തോത്രം. നാട്ടിലുള്ള എല്ലാവരോടും അവർ സംസാരിക്കും. ഇടയ്ക്കിടയ്ക്ക് ആ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഉൽപ്പത്തിക്ക് മുമ്പ് വെളിപ്പാടിന് ശേഷമുള്ള മുഴുവൻ കാര്യവും അവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടേയിരിക്കും. സ്തോത്രം. ലൂസ് ടോക്ക്, ഡേഞ്ചർ. ലൂസ് ടോക്ക്. വായുള്ളവനെല്ലാം സംസാരിക്കട്ടെ എന്നല്ല ബൈബിൾ പറയുന്നത്. വായുള്ളവനെല്ലാം സംസാരിക്കട്ടെ എന്നല്ല ബൈബിൾ പറയുന്നത്. പകരം ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്നാണ് ബൈബിൾ പറയുന്നത്. ആർക്കും ഇഷ്ടപ്പെട്ടില്ലല്ലോ. ചില പാസ്റ്റർമാർ വന്നാൽ കമാൻ, സ്തോത്രം, സമയം പോകുന്നത് അവനറിയത്തില്ല, നമുക്കറിയാം. ലൂസ് ടോക്ക്. ഞാനല്ല പറയുന്നത്, എന്നെ കണ്ണാടി വെച്ചും വയ്ക്കാതെ നിങ്ങളിങ്ങനെ തുറച്ചു നോക്കില്ല, ഞാനൊരു പാവം. സ്തോത്രം. നോക്കണമേ, ലൂസ് ടോക്ക്. എന്നാൽ തിരുവചനം പറയുന്നു, നീ പറയുന്നതായ ഓരോ വാക്കിനും ന്യായവിസ്താര ദിവസത്തിൽ എന്ത് ബോധിപ്പിക്കേണ്ടി വരും? കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. മത്തായി 12. അതുകൊണ്ട് സ്തോത്രം, കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടില്ല. ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് എന്തോ വേണം? സ്പിരിച്വൽ എഡിഫിക്കേഷൻ വേണം. നിങ്ങളുടെ വീട്ടിൽ ഞാൻ വരാം, നോ പ്രോബ്ലം. നിങ്ങൾ എന്നോട് പറഞ്ഞാൽ എനിക്കെന്തോ വേണം? ആത്മീയ വർധന വേണം. നമ്മൾ റോഡ് വെക്കത്തായിരിക്കുക, അല്ലെങ്കിൽ ഓവർ ദ ഫോൺ ആയിരിക്കുക, ഓഫീസിലായിരിക്കാം, അറ്റ് എനി പ്ലേസ് നമ്മൾ സംസാരിക്കുന്നെങ്കിൽ നമുക്ക് ആത്മീയ വർധന ഉണ്ടാകണം. ഇവാലുവേറ്റ് ചെയ്താട്ടെ. നിങ്ങൾ മണിക്കൂറോളം ഡെയിലി ആൾക്കാരോട് ഫോണിൽ സംസാരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണ്? എത്ര ആത്മീയ വർധന നിങ്ങൾക്കുണ്ടായി? ആ പ്രാർത്ഥന, ആ കോൺവെർസേഷൻ കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ വർധനമാണോ നിങ്ങൾക്കുണ്ടായത്? അല്ല നിങ്ങൾക്ക് ആത്മീയ തകർച്ചയാണോ ഉണ്ടായത്? നിങ്ങളുടെ വിശ്വാസത്തിൽ വർദ്ധിക്കാൻ പറ്റിയോ? നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണമെന്ന് തോന്നിയോ? ദൈവത്തിലുള്ള ധൈര്യം ഉണ്ടായോ? പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ദൈവകൃപയിൽ നിങ്ങൾക്ക് പണിയപ്പെടാൻ കഴിഞ്ഞോ? അതാണ് ആ കോൺവെർസേഷനിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത്. 40 കിലോമീറ്റർ ഓടുന്ന ഒരുവൻ നിങ്ങളുമായി സംസാരിച്ചു കഴിഞ്ഞാൽ അവൻ 50 കിലോമീറ്ററോ 60 കിലോമീറ്ററോ വേഗത്തിൽ ഓടുവാൻ, അവനൊരു ഇൻക്രീസ് ഉണ്ടാകുവാൻ, ഒരു ഇൻക്രിമെൻ്റ് ആയിരിക്കണം നിങ്ങളുടെ ടോക്ക്. ഞാൻ പറഞ്ഞാൽ നല്ല കാര്യമല്ലേ? ആരും മിണ്ടുന്നില്ലല്ലോ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. എൻ്റെ കാര്യം എങ്ങനെ ഈ ദുഷ്ടൻ മനസ്സിലാക്കി എന്ന് പറഞ്ഞ് ഇങ്ങനെ അപ്സെറ്റ് ആയിരിക്കാതെ ഒരിക്കൽ കൂടെ കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങളുടെ വാക്കുകളെ അനാവശ്യമായി പാഴാക്കല്ലോ. നിങ്ങളുടെ ടൈം സ്തോത്രം നിങ്ങൾക്ക് കളയാനില്ല. പല ദിവസങ്ങളും നമുക്കൊക്കെ 24 മണിക്കൂർ തികയുന്നതേയില്ല. അതുകൊണ്ട് സ്തോത്രം ലൂസ് ടോക്ക്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന, മറ്റുള്ളവരുടെ ആത്മീയ ജീവിതത്തെ തകർക്കുന്നതായ, ആത്മീയത്തിൽ അവരെ സ്തോത്രം സ്ലോ ഡൗൺ ചെയ്യിപ്പിക്കുന്ന യാതൊരു തരത്തിലുള്ള വാക്കുകളും നമ്മിൽ നിന്ന് വരുവാൻ പാടില്ല. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുവില്ല. ഇനി പുറപ്പെട്ടാൽ എന്തോ ചെയ്യും? അതിൻ്റെ ഫലമാണ് പരിശുദ്ധാത്മാവ് ദുഃഖിക്കും. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾ വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ എങ്ങനെയാണ് സന്തോഷിപ്പിക്കുന്നത്? പരിശുദ്ധാത്മാവിൻ്റെ ഫീലിങ്സ് എന്തൊക്കെയാണ് എന്നൊക്കെയുള്ളത് വേറൊരു പ്രസംഗമാണ്. പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ തടുക്കുന്നു, പരിശുദ്ധാത്മാവിനെ കെടുത്തുന്നു എന്നൊക്കെ പറയുന്നതായ വേറൊരു ടീച്ചിങ് ഉണ്ട്. അത് നമുക്ക് സ്തോത്രം ഇപ്പോൾ പങ്കുവെക്കാൻ കഴിയത്തില്ലല്ലോ. അപ്പം പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മ ഒരു കറണ്ടല്ല, സ്വിച്ച് ഇടുമ്പോൾ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകുന്നവനല്ല. പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നാൽ ഞാൻ നിങ്ങളെ നോക്കി, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം ചെയ്താൽ നിങ്ങൾ ഒന്നും മിണ്ടാതെ പാപം ഒതുങ്ങി മാറി അങ്ങ് നിൽക്കുക, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ചെയ്താൽ നിങ്ങൾ ഒതുങ്ങി പാപമായിട്ട് ഒതുങ്ങി മാറി നിൽക്കുക. ഒന്ന് ചിന്തിച്ച്, പരിശുദ്ധാത്മ ഒരു വ്യക്തിയാണ്. ഇത്ര ആയിരക്കണക്കിന് പ്രാവശ്യമാണ് നമ്മുടെ വീട്ടിൽ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചിട്ടുള്ളത്. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ദുഃഖിച്ചിട്ടുള്ളത് ഭർത്താവോ ഭാര്യയോ പാസ്റ്ററോ ബന്ധുക്കളോ അമ്മായിയപ്പനോ അമ്മായിയമ്മയോ ഒന്നുമല്ല. പലപ്പോഴും നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരാണ്? തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവാണ്. ഉണ്ടാകല്ലേ ദൈവമക്കളെ, നമ്മുടെ ഭവനം പരിശുദ്ധാത്മാവിനെ സന്തോഷിപ്പിക്കുന്ന ഭവനമാകട്ടെ. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നാൽ നിങ്ങൾ എന്നെ ദുഃഖിപ്പിച്ചാൽ ഒരിക്കലും പിന്നെ വരാൻ എനിക്ക് തോന്നത്തില്ല. പല സഭകളിലും കർത്താവ് പോകാത്തത് സ്തോത്രം പരിശുദ്ധാത്മാവ് അവിടെ ദുഃഖിക്കുന്നത് കൊണ്ടാണ്. പരിശുദ്ധാത്മാവ് ആ സ്ഥാനങ്ങളിൽ പല സ്ഥലങ്ങളിലും പോകാത്തത് സ്തോത്രം പരിശുദ്ധാത്മാവ് ആ സഭയിലും ആ സ്ഥലത്തും ആ വീട്ടിലും ദുഃഖിക്കുന്നത് കൊണ്ടാണ്. എനിക്കറിയാം, പല വലിയ വലിയ കൺവെൻഷൻസ് പൂട്ടിക്കെട്ടിയത് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ലഘുലേഖകൾ വിതരണം ചെയ്തത് കൊണ്ടാണ്. സ്ലെയിൻ ഇൻ ദ സ്പിരിറ്റും മറ്റതും മറിച്ചതും എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ആത്മാവിനെ വേര് കെട്ടിയപ്പോൾ ദൈവാത്മാവ് ആ കൺവെൻഷനിൽ നിന്ന് പോയി. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷൻ ഇല്ല. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കൺവെൻഷൻ്റെ ഉറവകളെല്ലാം അടഞ്ഞു. കാര്യം ദൈവത്തിൻ്റെ ആത്മാവിനെ എത്രത്തോളം സന്തോഷിപ്പിക്കുന്നോ അത്രത്തോളം മാത്രമേ അവൻ ചലിക്കത്തുള്ളൂ. അതുകൊണ്ട് ലൂസ് ടോക്കിനാൽ പരിശുദ്ധാത്മാവ് ദുഃഖിക്കല്ല. 31 വാക്യത്തിലേക്ക് വന്നേ. എല്ലാ കയ്പും, കൊള്ളാം, ബിറ്റർനെസ്, കയ്പ്, മറ്റുള്ളവരോടുള്ളതായ കയ്പ്. എബ്രായലേഖനം 13 അധ്യായം താഴേക്ക് വായിക്കുമ്പോൾ അവിടെ ഇതാ കയ്പുള്ള വേരുകൾ എന്ന എബ്രായ 13 താഴോട്ട് നിങ്ങൾ വായിച്ചു വരുമ്പോൾ കാണുവാൻ തക്കോണം കഴിയും. അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 8 അധ്യായത്തിലും ശിമോൻ എന്ന് പറയുന്ന ഒരുവൻ പത്രോസിന്റെ അടുക്കലേക്ക് ഈ ശക്തി കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പൈസയ്ക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ പത്രോസ് അവനോട് തിരിച്ചു പറയുന്നുണ്ട്, നീ കയ്പുള്ള കെണിയിലാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പോസ്തല പ്രവൃത്തി 8 എബ്രായർ 13 നിങ്ങൾ വായിച്ചു നോക്കണം. സ്തോത്രം. ഹോംവർക്കാണ്, HW ഹോംവർക്കാണ്. ഹോംവർക്ക് തരികയാണ്. HW സൈഡിൽ എഴുതണം. HW ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. എന്നിട്ട് ഒന്ന് റൗണ്ട് ചെയ്യണം. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. HW എന്ന് പറഞ്ഞിട്ട് ഒന്ന് റൗണ്ട് ചെയ്യുമ്പോൾ അത് ഹോംവർക്കാണ്. അധ്യാപകർ എന്നെ നോക്കി ചിരിക്കുന്നു. സ്തോത്രം. ഞാൻ ഇന്ന് നല്ലൊരു വിദ്യാർത്ഥിയാണ്. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ക്ലാസ്സായി സ്തോത്രം ദൈവകൃപയനുസരിച്ച് എന്തെങ്കിലുമൊക്കെ പറവാൻ തക്കോണം കഴിയുന്നത്. ഹോംവർക്കാണ്. എബ്രായലേഖനം 13 അപ്പോസ്തല പ്രവൃത്തി 8 2 അധ്യായം ഒന്ന് വായിച്ചു നോക്കുക. ചത്തുവത്തില്ല. അടുത്ത ഞായറാഴ്ച കർത്താവ് വന്നില്ലെങ്കിൽ വീണ്ടും കാണും. ചത്തുവത്തില്ല. 2 അധ്യായം വായിച്ചു, അതുകൊണ്ട് ചത്തുപോയി എന്ന് ആരും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്തോത്രം. അതെ, കയ്പുള്ള കെണിയും, കയ്പ്, ബിറ്റർനെസ്, മറ്റുള്ളവരോടുള്ള കയ്പ്. മറ്റുള്ളവർ തിന്മ ചെയ്തു, അവർ നിങ്ങൾക്കെതിരെ സംസാരിച്ചു, നിങ്ങൾക്കെതിരെ പരദൂഷണം പറഞ്ഞു, നിങ്ങളെ ഹേർട്ട് ചെയ്തു, നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തു, നിങ്ങൾക്ക് നേരെ പ്രശ്നമുണ്ടാക്കി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുന്നു? ആ മുറിവ് നിമിത്തം മുറിവിലൂടെ കയ്പ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നു. മുറിവിലൂടെ കയ്പ് വരുമ്പോൾ ആ കയ്പുള്ളതായ നിങ്ങളെ ദൈവത്തിന് ഉപയോഗിക്കാൻ കഴിയത്തില്ല. കയ്പുള്ള പാസ്റ്റർമാരെ ദൈവം ഉപയോഗിക്കത്തില്ല.
കൈപ്പുള്ള സഹോദരിമാരെ ദൈവം ഉപയോഗിക്കത്തില്ല. എൻ്റെ മുമ്പിൽ ഭയങ്കര വിളിയും തിരഞ്ഞെടുപ്പും ഒക്കെയുള്ള പല എസ്തേറുമാരും ദൈവകൃപയാൽ ഇരിക്കുന്നു. നിങ്ങൾക്കായി സ്തോത്രം. പല ഡാനിയലമാർ എന്നെ കേൾക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതമാകുന്നതായ സാഹചര്യം ഒരിക്കലും സ്തോത്രം, അതെ, നിങ്ങളുടെ ജീവിതമാകുന്നതായ ഉറവ കയ്പിൻ്റെ ഉറവയാകല്ല. അങ്ങനെയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൽ വേദപുസ്തകം പറയുന്നു, അത് സ്തോത്രം, അവിടെ ഒരു ഉറവയുണ്ടായിരുന്നു. പുറപ്പാട് 15-ൽ അതിൻ്റെ പേര് മാറ എന്നാണ്. മാറയിലെ വെള്ളം രുചി നോക്കിയാറേ ആർക്കും അത് കുടിപ്പാൻ കഴിഞ്ഞില്ല. പല പാസ്റ്റർമാർക്കും മാറ അനുഭവമായതുകൊണ്ട്, പല സഭകളും കയ്പിനാൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട് അവിടെ ജനത്തിന് അത് കുടിപ്പാൻ കഴിയുന്നില്ല. എന്നാൽ നിങ്ങൾ വായു തുറക്കുമ്പോൾ നിങ്ങളുടെ പെരുമാറ്റങ്ങളിലൂടെ, വിശേഷിച്ച് നിങ്ങളുടെ വാക്കുകളിലൂടെ ബിറ്റർനെസ് അല്ല ജനം ടേസ്റ്റ് ചെയ്യേണ്ടത്, ദ സ്വീറ്റ്നെസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വീറ്റ്നെസ് ഉണ്ടാകട്ടെ. ഇല്ല, കയ്പിനാൽ നിങ്ങൾ നിറയുമ്പോൾ ആ കയ്പുള്ളിടത്ത് എന്തുണ്ട്? ദുരാത്മാവുണ്ട്. കയ്പുണ്ടെങ്കിൽ അത് സാത്താന് ഒരു ഇടമാണ്. സ്തോത്രം. കയ്പുള്ള ഹൃദയത്തിൽ സാത്താന് ഒരു ഇടമാണ്. കയ്പുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ആരും ഇല്ലയോ? അടുത്ത പേജ് നോക്കട്ടെ. അടുത്ത പേജ് നോക്കട്ടെ. അടുത്ത പേജ്. കയ്പുള്ള എല്ലാവരും, ഹലോ, കയ്പുള്ള എല്ലാവരും കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. ഹലോ. ആ, ഒരാളുണ്ട്. സ്തോത്രം. ഏതായാലും മറിച്ചത് പാഴായിപ്പോയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ കൈ ഉയർത്തിയ ആൾ ഉൾപ്പെടെയുള്ളവർ ബിറ്റർനെസ് എടുത്തു കളയണം. കയ്പിൻ്റെ വാക്കുകൾക്ക് ആത്മാക്കളെ വിടിപ്പിപ്പാൻ കഴിയത്തില്ല. ഒരിക്കൽ കൂടെ, കയ്പൊരു ബന്ധനമായതുകൊണ്ട്, കയ്പൊരു ബോണ്ടേജ് ആയതുകൊണ്ട്, കയ്പൊരു കെട്ടായതുകൊണ്ട്, കയ്പ് ഒരു ദുരാത്മാവായതുകൊണ്ട് എഴുതിയെടുക്കണം, കയ്പിൻ്റെ വാക്കിന് ജനത്തെ വിടിപ്പിപ്പാൻ കഴിയത്തില്ല. ദ വേർഡ്സ് ഓഫ് ബിറ്റർനെസ്, കയ്പിൻ്റെ വാക്കിന് ജനത്തെ വിടിവിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് കയ്പ് വേണ്ട. ദുരാത്മാവ് കയറിയിരിക്കുന്ന മറ്റൊരു വാതിലാണ് കയ്പ്. പിന്നെ എന്താണ്? വീണ്ടും പറയുന്നു, കോപം. വീണ്ടും കോപത്തെക്കുറിച്ച് പറഞ്ഞു. ഓഫ് ചെയ്യാത്തതായ ഹാൻഡ് ബോക്സ്, ഓഫ് ചെയ്യാൻ മറന്നതായ ഹാൻഡ് ബോക്സ്, കോപം. കോപത്തിൽ കണ്ടിന്യൂ. എൻ്റെ പിതാവ് ഭയങ്കര കോപിഷ്ഠനായിരുന്നു. പപ്പ 72-ാമത്തെ വയസ്സിലാണ് അഭിഷേകം പ്രാപിച്ചത്. അപ്പോഴേക്കും പപ്പ അങ്ങ് കുഞ്ഞാടായി. റിയലി 72-ാമത്തെ വയസ്സിലാണ് എൻ്റെ പപ്പ അഭിഷേകം പ്രാപിച്ചത്. പക്ഷേ ആ പപ്പയുടെ മോനായിരുന്നു ഞാൻ. അതുകൊണ്ട് കൺവെൻഷൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ മൈക്ക് നേരെ വെച്ചില്ലെങ്കിൽ നമ്മൾ കോപിക്കും. അതുപോലെ പല പല കോപമുണ്ട്. എവിടെയൊക്കെ എങ്ങനെയൊക്കെ കോപിച്ചെന്ന് പറഞ്ഞാൽ എന്തൊരു ആകാംക്ഷയുടെ കേട്ടിരിക്കുന്നു നമുക്ക്. ഞാൻ കോപിച്ചെന്ന് പറഞ്ഞപ്പോൾ എല്ലാം കേട്ട അടുത്ത ആഴ്ച നിങ്ങൾ വരത്തില്ല. അതുകൊണ്ട് ഇനി പറയുന്നില്ല. സ്തോത്രം. കോപം. കോപമാണോ ഭംഗി? സ്നേഹമാണോ ഭംഗി? പറ. സ്നേഹമാണ് ഭംഗി. ഡിഗ്നിറ്റി. അപ്പനാണ് ഞാൻ, ഞാനാണ് അപ്പൻ, ഞാനിവിടെ ഭരിക്കും എന്നൊക്കെ മീശയും പിരിച്ച് ചില അപ്പന്മാരിയ്ക്കുന്നതിൽ കൊള്ളത്തില്ലടോ, മോശമാണോ, കൊള്ളത്തില്ലടോ അപ്പ, വിട്ടുകളയടോ. കോപമല്ലടോ ഭംഗി, സ്നേഹമാണ് ഭംഗി. ദൈവത്തിൻ്റെ സ്നേഹം. ദൈവം സ്നേഹം തന്നെ. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. അല്ലാതെ നിങ്ങളുടെ ബൈബിളിൽ ദൈവം കോപം തന്നെ എന്നല്ല പറയുന്നത്. ചില പാസ്റ്റർമാരെ കണ്ടാൽ നമുക്ക് തോന്നും ദൈവം കോപമാണെന്ന്. സ്തോത്രം. ചില ദൈവദാസന്മാർ ഘനശാലികളായിരിക്കണം. പിന്നെ പിതരന്മാരെയല്ലേ ദൈവം. സ്തോത്രം. ദൈവം സ്നേഹം തന്നെ. അതുകൊണ്ട് സ്തോത്രം, കോപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നു. വീണ്ടും ക്രോധം, റാത്ത്. കോപത്തിൻ്റെ അങ്ങേറ്റത്തെ ഭാവമാണ് ക്രോധം. ക്രോധം, റാത്ത്, ആങ്കർ എന്നാണ് ഈ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്നത്. പക്ഷേ മറ്റൊരു ട്രാൻസ്ലേഷൻ റാത്ത് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്, അല്ലേ? ആങ്കറിൻ്റെ അങ്ങേറ്റം അല്ലേ റാത്ത് എന്ന് പറയുന്നത്? ക്രോധം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം പാപ്പനംകോടിനപ്പുറത്ത് ഹൈവേയിലൂടെ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചിട്ട് വരിക. വളരെ അപൂർവമായ സമയങ്ങൾ മാത്രമാണ് ഈ ഓഡിയോ വോയിസിൽ ദൈവം എന്നോട് സംസാരിച്ചതായി എനിക്ക് അനുഭവിച്ചിട്ടുള്ളത്. ഓഫ് കോഴ്സ് സംഭവിച്ചിട്ടുണ്ട്, പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഐ ഹേർഡ് ദാറ്റ് ഡേ ഓഡിബിളി ദ ലോർഡ് വാസ് ഇൻസ്ട്രക്റ്റിംഗ് മീ. കർത്താവ് ഓഡിബിളി ഇങ്ങനെ പറയുകയായിരുന്നു, സുരേഷ്, ഗാർഡ് യുവർ ഹാർട്ട് അഗൈൻസ്റ്റ് റാത്ത്. ആ കാറിൽ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആ നിസാൻ വണ്ടിയിൽ ഞാനിങ്ങനെ ഓടിച്ചു വരുമ്പോൾ കർത്താവ് പറയുകയാണ്, ഗാർഡ് യുവർ ഹാർട്ട് അഗൈൻസ്റ്റ് റാത്ത്. വന്ന് കോപിക്കാൻ പറ്റുന്ന പല
കാര്യാദികളിലൂടെ ഇങ്ങനെ കടന്നുപോയിട്ട് ഗാഡ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തിൽ ക്രോധമല്ലെന്നറിയേണ്ടത്. നിന്റെ ഹൃദയത്തിൽ ക്രോധം കയറിയാൽ നിന്റെ ഹൃദയത്തിൽ ആര് കൂടെ കയറും? ആ ക്രോധത്തിന്റെ ദുരാത്മാവ് കൂടെ കയറി വരുന്നു. പിന്നെ നിന്റെ ജീവിതം ഹത്തം ഹോകിയ, പരിപാടി തീർന്നു. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിൽ ക്രോധമല്ല ഇരിക്കേണ്ടത്. അപ്പന്റെ ക്രോധം, കുടുംബ ക്രോധം, ദേശക്രോധം, ജാതി ക്രോധം, നോവേ. പകരം നിന്റെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹമാണ് ഇരിക്കേണ്ടത്. റോമലേഖനം 5:8 തിരുവചനം പറയുന്നു, ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നു. ഹൃദയമുള്ളവർ ഹൃദയഭാഗത്ത് നിങ്ങളുടെ കരങ്ങൾ വെച്ച് പറഞ്ഞാട്ടെ, ദൈവ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പകർന്നിരിക്കുന്നു. പറഞ്ഞാട്ടെ, ദൈവ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ പകർന്നു. അപ്പം നിങ്ങളുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ടത് സ്നേഹത്തിലാണ്. നിങ്ങൾ പ്രവചിക്കേണ്ടത് സ്നേഹത്തിലാണ്. അല്ലാതെ ഗുണ്ടാ ശബ്ദത്തിലല്ല നിങ്ങൾ പ്രവചിക്കേണ്ടത്. ചിലവരുടെ പ്രവചനം കേട്ടാൽ നമ്മൾ ICUയിൽ നമ്മൾ തന്നെ ഓടിപ്പോവും. സ്തോത്രം. ചിലർ പറയുന്നത് പോരാട്ടത്തെ അങ്ങ് എക്സോൾട്ട് ചെയ്യും, കാരണം ബന്ധുക്കളെ കൂടുതൽ ഇഷ്ടമുള്ളൂ. ചിലരെ വാ തുറന്ന് പ്രവചിച്ചാൽ ഭൂതമാണ് വലുത്. എന്നാൽ കർത്താവിൻ്റെ ആത്മാവിൽ പ്രവചിക്കുന്നവർ, സ്തോത്രം, അതെ, ദൈവസ്നേഹത്തിലായിരിക്കും പറയുന്നത്. കയ്പ്, കോപം, ക്രോധം, പിന്നെ എന്താണ്? സ്തോത്രം, ക്ലാമർ, കൂറ്റാരവം. നിങ്ങൾക്കറിയാം. ദൂഷണം, മറ്റുള്ളവരെ ദൂഷിക്കുന്നത്, മറ്റുള്ളവരെ ദൂഷിച്ചിരിക്കുന്ന വീട് അയ്യോ നശിച്ചു പോകും കേട്ടോ. മറ്റുള്ളവരെ ദൂഷിച്ചിരിക്കുന്ന വീട്, മറ്റുള്ളവർക്കെതിരെ കുറ്റം പറഞ്ഞ് മറ്റുള്ളവരെ ദൂഷിക്കുന്നതായ വീട്, ഞാൻ ആ പേജ് ഒന്ന് മാറ്റി നോക്കിയതാണ്, ആരൊക്കെ ഇത് കേൾക്കുന്നെന്ന്. എൻ്റെ പിള്ളേരാണല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഉയരേണ്ടത് നീതിമാന്റെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷമുണ്ട്. അല്ലാതെ അവൻ ശരിയല്ല, മറ്റുള്ളവൻ ശരിയല്ല, അവർ ശരിയല്ല, അവൻ്റെ പ്രസംഗം ശരിയല്ല, അവൻ്റെ സ്തോത്രം സൂം ശരിയല്ല, മറ്റവൻ്റെ കമ്പ്യൂട്ടർ ശരിയല്ല. മക്കളെ, അതെല്ലാം നിങ്ങളുടെ ടാങ്കിൽ നിന്ന് വെള്ളം ഒലിച്ചു പോകുന്നത് പോലെ അനുഗ്രഹത്തെ, ദൈവകൃപയെ ചോർത്തിക്കളയുന്നതാണ്. മറ്റുള്ളവരെ വിധിക്കാൻ നമ്മളാരാ? എനിക്കെങ്ങനെയാ? ഞാൻ നിങ്ങളുടെ പാസ്റ്ററായിരിക്കാം, പക്ഷേ നിങ്ങളെ വിധിക്കാൻ ഞാനാരാ? ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ലാത്ത ഒരു കാര്യമാണ് ന്യായവിധി. ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടില്ല. ന്യായവിധി ദൈവത്തിൻ്റെതാണ്. മറ്റുള്ളവരെ വിധിക്കാൻ എനിക്ക് നിങ്ങളെ വീട്ടിൽ വന്നിട്ട് കുറച്ചുകൂടെ പ്രാർത്ഥിക്കണം, കുറച്ചുകൂടെ ദൈവകൃപയെ നന്നാകണം എന്നൊക്കെ ചെന്ന ഇൻസ്ട്രക്ഷൻസ് പറയാൻ കഴിയും. അല്ലാതെ എനിക്കൊരിക്കലും നിങ്ങളെ വിധിപ്പാൻ തക്കോണം കഴിയത്തില്ല. എല്ലാ കയ്പ്, ക്രോധം, കുറ്റാരം, ദൂഷണം, സകല ദുർഗുണവും നിങ്ങളെ വിട്ടു പോകട്ടെ. എല്ലാ ദുർഗുണവും അറിയാം, മാലിസ്, എല്ലാ ദുർഗുണവും നിന്നെ വിട്ടു പോകട്ടെ. 9:10 ഞാൻ നിർത്തട്ടെ. 32-ാമത്തെ വാക്യത്തിൽ ഒരു ഭയങ്കര കാര്യം കിടപ്പുണ്ട്. ഒരു ആന കാര്യം 32-ാം വാക്യത്തിൽ കിടപ്പുണ്ട്. എല്ലാവരും വായിക്കുക. 32, 4:32. എല്ലാം സ്പൂൺ ഫീഡിങ് ആയ പറ്റത്തില്ല. ഒരാഴ്ച കഴിഞ്ഞാൽ ബൈബിൾ തപ്പുന്നത്. വായിക്കുക. ബൈബിൾ എവിടെ വെച്ചതെന്നറിയാം? 4:32 വായിച്ചോ. 4:32 വായിച്ചോ. ഒരു ഭയങ്കര കാര്യം കിടപ്പുണ്ട്. നിങ്ങൾ തമ്മിൽ ദൈവം മനസ്സിലുള്ളവരുമായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പീൻ. അൺഫോർഗീവ്നെസ് ഇസ് എ ബിഗ് ഓപ്പൺ ഫോർ ദ ഈവിൾ സ്പിരിറ്റ്. അൺഫോർഗീവ്നെസ്, സ്തോത്രം. അൺഫോർഗീവ്നെസ്, അക്ഷമ എന്ന് പറയുന്നത്, ക്ഷമിക്കാത്ത സ്വഭാവം എന്ന് പറയുന്നത്, അതെ, ശത്രുവിന് മുൻപിൽ അത് വലിയൊരു ഓപ്പൺ ഡോറാണ്. അതുകൊണ്ട് ക്ഷമിക്കാത്തതായ ഒരു സ്വഭാവം ഒരു കാരണവശാലും ദൈവത്തിൻ്റെ മക്കൾക്ക് ഉണ്ടാകല്ല. മറ്റുള്ളവർ വേണമെന്നൊക്കെ വെച്ച് നിങ്ങൾക്ക് പ്രശ്നമുണ്ടായി കാണും, നിങ്ങൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കിയിരിക്കും. പക്ഷെ ആ സമയത്തും യേശു കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കുന്നവർ ആയിരിക്കണം. യേശു ക്ഷമിച്ചു എങ്കിൽ ദൈവത്തിൻ്റെ മക്കളാകുന്ന നിങ്ങൾ മറ്റുള്ളവരോടും ക്ഷമിക്കുന്നവർ ആയിരിക്കണം. കർത്താവിൽ, സ്തോത്രം, എന്തുവാ? കർത്താവിൽ പ്രതികാരമല്ല ദൈവത്തിൻ്റെ മക്കളുടെ മേൽ ഉള്ളത്, പകരം കർത്താവിലുള്ളത് ക്ഷമയാണ്. കർത്താവിൽ മറ്റുള്ളവരിലുള്ളത്. കർത്താവ് നിങ്ങളോട് പ്രതികാരം ചെയ്യുന്നവനല്ല, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചു. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് കൊണ്ടാണ് നിങ്ങളെ ദൈവമക്കളായത്. എത്ര പേർ ഹല്ലേലൂയ പറയും? അല്ലേ? കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചത് കൊണ്ടാണ്
നിങ്ങളിലേക്ക് അവൻ പരിശുദ്ധാത്മാവിനെ തന്നത്. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുകൊണ്ടാണ് സ്തോത്രം നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി ദൈവത്തിൻ്റെ കൃപയിൽ ഇന്നും തുടരുന്നത്. അല്ലാതെ അകൃത്യങ്ങളെ ദൈവം ഓർമ്മ വെച്ചിരുന്നുവെങ്കിൽ ആർക്കാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിലനിൽപ്പാൻ ഗുണം കഴിയുന്നത്? അതുകൊണ്ട് ക്ഷമയെന്ന് പറയുന്നത് ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമാണ്. വേദപുസ്തകത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഒന്നാണ് ക്ഷമ എന്ന് പറയുന്നത്. ഫർഗീവ്നെസ്. ക്രൂശിൻ്റെ 7 മൊഴികളെന്ന് പറഞ്ഞേ. ക്രൂശിൻ്റെ 7 മൊഴികൾ. 7 മൊഴികളിൽ ആദ്യത്തേതാണ് സ്തോത്രം ക്ഷമ എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ മൊഴികളിൽ ആദ്യത്തേതാണ് ക്ഷമ എന്ന് പറയുന്നത്. ക്രൂശിൻ്റെ മൊഴികളിൽ ആദ്യത്തേത് സ്തോത്രം ക്ഷമിക്കുക എന്നതാണ്. കർത്താവ് ക്രൂശിൽ കയറിയ ഉടനെ തന്നെ ആദ്യമായി പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. എനിക്ക് തോന്നുന്നു യേശു കർത്താവ് സ്തോത്രം അതെ യേശു കർത്താവ് ക്ഷമിക്കാതെ ഇരുന്നു എങ്കിൽ തന്നെ അടിച്ചവനും തുപ്പിയവനും തനിക്കെതിരെ പ്രശ്നമുണ്ടാക്കിയവനുമായ ഓരോ വ്യക്തികളോട് കർത്താവ് ക്ഷമിക്കാതിരുന്നെങ്കിൽ ഇന്ന് രാത്രിയിലും കർത്താവിൻ്റെ കല്ലറ അടഞ്ഞു തന്നെ കിടന്നേനെ. എന്നാൽ യേശു കർത്താവ് ക്ഷമിച്ചത് കൊണ്ടാണ് ദൈവത്തിൻ്റെ കൃപയാൽ യേശുവിന് സ്തോത്രം അതെ യേശുവിന് ഒരു ഉദ്ധാരണമുണ്ടായത്, അഥവാ ഉയർപ്പുണ്ടായത്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉദ്ധാരണമുണ്ടാകണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ, എനിക്ക് വളർച്ച വേണം, എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടണം എന്നാരെങ്കിലും ആഗ്രഹിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ പ്രതികാരത്തിൻ്റെ മക്കളാകല്, പകരം നിങ്ങൾ ക്ഷമയുടെ കുഞ്ഞുങ്ങളാകണം. മനഃപൂർവ്വം അങ്ങ് ക്ഷമിച്ചേക്കണം. മനഃപൂർവ്വം നിങ്ങളുടെ അകത്തുള്ളതായ കയ്പിനെ എടുത്ത് പുറത്ത് കളയണം. ദൈവത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥിക്കണം, കർത്താവേ, ആ വ്യക്തിയോട് ഞാൻ ക്ഷമിക്കുകയാണ്, ആ കുടുംബത്തോട് ഞാൻ ക്ഷമിക്കുകയാണ്. ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, രക്ഷയ്ക്കായി വാഗുകൊണ്ട് ഏറ്റു പറയണം. ഏറ്റു പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. അവൻ്റെ പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. അവൻ്റെ പേര് പറഞ്ഞ് തന്നെ പ്രാർത്ഥിക്കണം. എനിക്ക് നേരെ അവന് പ്രശ്നം ഉണ്ടാക്കി, അല്ലെങ്കിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയ ബിസിനസ് പാർട്ട്ണറായിരിക്കാം, കൂടെ ജോലി ചെയ്യുന്നവരായിരിക്കാം, ബോസായിരിക്കാം, സഹവിശ്വാസികളായിരിക്കാം, ദൈവദാസന്മാരായിരിക്കാം. ഞാൻ ഒരു കാര്യം സ്തോത്രം വളരെ കൃത്യമായി പറയട്ടെ. ഏറ്റവും ആഴത്തിൽ നിങ്ങളുടെ ലൈഫിൽ മുറിവേൽക്കാൻ സാധ്യതയുള്ളതായ ഒരു സ്ഥലമാണ് ആത്മമണ്ഡലം, ആത്മലോകം, അല്ലെങ്കിൽ സഭ. നാട്ടുകാർ നമ്മൾ വേദനിപ്പിക്കുന്നതിനേക്കാൾ ഏറ്റവും കൂടുതൽ വേദനയുടെ ആഴം ലഭിക്കുന്നത് ചർച്ചിൽ നിന്നാണ്. കാരണം സ്തോത്രം ചർച്ചിലായിരിക്കുന്നവരെ നമ്മൾ കൂടുതൽ അങ്ങ് ട്രസ്റ്റ് ചെയ്യും. മറ്റുള്ളവരെ നമ്മൾ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടേ നിൽക്കത്തുള്ളൂ. അതും കൂടുതൽ നമ്മെ സഹായിക്കുന്നവർ, കൂടുതൽ നമ്മിൽ നിന്ന് നന്മകൾ പറ്റിയവർ സ്തോത്രം. പക്ഷേ അവരിൽ നിന്ന് കൂടുതൽ മുറിവുകൾ ഏൽക്കുമ്പോൾ അതിൻ്റെ ആഴവും അതിൻ്റെ വേദനയും വളരെയാണ്. അപ്പോൾ അവിടെ പേര് പറഞ്ഞ് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് രക്ഷയ്ക്കായി ഏറ്റു പറയുന്നത് പോലെ ഞാൻ അവരോട് ക്ഷമിക്കുന്നു, മനഃപൂർവ്വം ക്ഷമിക്കുന്നു, ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കുക. വീണ്ടും വീണ്ടും അവരെ മുറിവേൽപ്പിക്കുന്നവരാണെങ്കിൽ വീണ്ടും അവരെ അടുക്കലേക്ക് നിങ്ങൾ കയറി ചെന്ന് വീണ്ടും മുറിവുണ്ടാക്കല്ല. കാരണം അവരുടെ കയ്യിൽ ഒരു മുറിവേൽപ്പിക്കുന്ന സ്വഭാവമായിരിക്കും അവർക്കുള്ളത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ബാലരമ വായിച്ചിട്ടുള്ളവർ കരം ഉയർത്തിയട്ടെ. ബാലരമ, പണ്ട് കാലങ്ങളിൽ ബാലരമ വായിച്ചിട്ടുള്ള എത്ര പേരുണ്ട്? കൈ ഉയർത്തിയട്ടെ. ബൈബിൾ വായിക്കത്തില്ല. ബാലരമ വായിച്ചപ്പോൾ കൈ ഉയർത്തി നോക്ക്. ബൈബിൾ വായിക്കത്തില്ല. ബാലരമയിലാണോ പൂമ്പാറ്റയിലാണോ മറ്റേ ലുട്ടാപ്പിയുള്ള? മനോരാജ്യത്തിലോ? പറ. ബാലരമയിലോ? ബാലരമയിലാണ് ലുട്ടാപ്പിയുള്ളത്. എനിക്ക് തോന്നുന്നത് ഈ ലുട്ടാപ്പി ഭൂതം ചർച്ചിൽ ഒത്തിരി കൂടുതലാണ്. മറ്റേ ലുട്ടാപ്പിയുടെ ഒരു കയ്യിലെ ഒരു കുന്തേ ഉള്ളൂ. റാണിയത്തേൽപ്പെട്ട ആൻറ്റിക്ക് അറിയത്തില്ല ലുട്ടാപ്പിയും ബാലരമയും എന്തോന്നൊക്കെയാണ്. തമിഴ്നാട്ടിൽ വേറെ വല്ലതുമായിരിക്കും. സ്തോത്രം. അതെ. പക്ഷേ ഈ ചർച്ചിൽ വന്നപ്പോൾ ചർച്ചിലുള്ള ലുട്ടാപ്പികളെ കയ്യിലും കാലിലും നാക്കിലും മുടിയിലും ഒക്കെ അങ്ങ് കുന്തുവാണ്. ആകെ മൊത്തം ടോട്ടൽ. ഏത് ഡയറക്ഷനിൽ അവൻ എങ്ങനെ മുറിവേൽപ്പിക്കുമെന്ന് അറിയത്തില്ല. സോ അങ്ങനെ മുറിവേൽപ്പിക്കുന്ന പാസ്റ്റർമാരെ, മുറിവേൽപ്പിക്കുന്ന ആൾക്കാരെ കണ്ടാൽ ഡിസ്റ്റൻസ് എടുക്കുക. നിങ്ങൾ വീണ്ടും പോയി മുറിവേറ്റ വീണ്ടും കയ്പിനാൽ നിങ്ങൾ നിറയില്ല. കീപ് സം ഡിസ്റ്റൻസ് ഫ്രം ദം. അവിടുന്ന് ഡിസ്റ്റൻസ് എടുക്കുക, അല്പം മാറി നിൽക്കുക. നിങ്ങൾ മുറിവേൽപ്പാൻ ചാൻസ് ഉണ്ടെങ്കിൽ സെയിം ടൈം ഗാർഡ് യുവർ ഹാർട്ട്. നിങ്ങളുടെ ഹൃദയം കയ്ക്കാതെ വണ്ണം സൂക്ഷിക്കുക. സോ അങ്ങനെ ഈ
സ്തോത്രം കാര്യാദികളിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ സംരക്ഷിക്കുമ്പോൾ, അത് ദുർഭാഷണമാകട്ടെ, അമിതമായ ഭാഷണമാകട്ടെ, കോപം, ഭോഷ്ക്, കയ്പ്, അൺഫോർഗീവ്നെസ്, 10-11 കാര്യം ഞാൻ പറഞ്ഞു. 4-ാം അധ്യായം 22-ാം വാക്യം മുതൽ താഴേക്ക് അതെല്ലാം ദുരാത്മാക്കൾ കയറി വരുവാനുള്ളതായ ഓരോ ഗേറ്റ് ആണ് എന്ന് മനസ്സിലാക്കി അവയെ അടച്ച് ദൈവകൃപയാൽ ജീവിക്കുക. നമുക്കറിയാം, ദൈവത്തിൻ്റെ സഭ കെട്ടി അടച്ച തോട്ടമാണ്. സ്തോത്രം. ഈ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളിൽ നിന്ന് നിങ്ങളെ ജീവിതങ്ങളെ സംരക്ഷിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ സെക്വേർഡ് ബിലീവേഴ്സാണ്. നിങ്ങൾ സെക്വേർഡായിരിക്കുന്നു. ദുരാത്മാക്കൾക്ക് നിങ്ങളുടെ മേൽ സ്ഥാനം ഇല്ല. അങ്ങനെ പുതിയ സ്വഭാവമാണ്. എൻ്റെ ഓപ്പോസിറ്റ് വേർഡ്സ്, അൺഫോർഗീവ്നെസ് ആണെങ്കിൽ, അക്ഷമയാണെങ്കിൽ, ക്ഷമിക്കാത്ത സ്വഭാവമാണെങ്കിൽ ക്ഷമിച്ച് ജീവിക്കുക. ഫ്രാൻസിൽ ഒരു വലിയ യോഗം നടക്കുകയാണ്. തേസ് എന്നറിയപ്പെടുന്നതായ സ്ഥലമേ. എൻ്റെ ഓർമ്മ ശരിയായ TEZ ആണെന്ന് തോന്നുന്നു. TEZ ആണെന്ന് തോന്നുന്നു. സോ അവിടെ വലിയൊരു സ്തോത്രം, അതെ, ഭയങ്കര മ്യൂസിക് പ്രോഗ്രാം എല്ലാ ദിവസങ്ങളും, മിക്കവാറും ദിവസങ്ങളിലും, പ്രത്യേകിച്ച് വീക്കെൻഡ് ഇങ്ങനെ നടക്കുന്നു. അത് കണ്ടക്ട് ചെയ്യുന്നതായ വലിയൊരു ദേവദാസനുണ്ടായിരുന്നു. അത് ഓഡിയൻസിൻ്റെ സൈഡിൽ ഇങ്ങനെ കസേരയിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് നോക്കി ഒരു ദിവസം ആ മീറ്റിംഗ് മീൻസ് വർഷിപ്പാണ്. അതിങ്ങനെ നോക്കിയിരിക്കുമ്പോഴേക്കും ഓഡിയൻസിൻ്റെ ഇടയിലുള്ളതായ ഒരു മനുഷ്യൻ പെട്ടെന്ന് ചാടി ഓടി വന്ന് അവൻ്റെ കയ്യിൽ ഒരു അരയിൽ ഒരു കത്തി ഉണ്ടായിരുന്നു. ആ കത്തി കൊണ്ട് ആ ദേവദാസൻ്റെ ഹൃദയം ഭാഗം ഇങ്ങനെ കുത്തി അദ്ദേഹത്തെ കൊന്നു. അദ്ദേഹം മരിച്ചു. പക്ഷേ ആ കുത്തുകൊണ്ട് വീഴുമ്പോഴേക്കും ആ ദേവദാസൻ ആ മനുഷ്യനെ നോക്കിയിട്ട് ഇങ്ങനെയാണ് പറഞ്ഞത്, ഐ ഫോർഗീവ് യു. കുത്തുകൊണ്ട് വീഴുമ്പോഴും അയ്യോ എന്നല്ല പറഞ്ഞത്, നിലവിളിക്കുകയല്ല, അവനെ പ്രാഗിയല്ല, ശപിക്കുകയല്ല. അദ്ദേഹം അവസാനമായി പറഞ്ഞത്, ഐ ഫോർഗീവ് യു. ഞാൻ നിങ്ങളുടെ മുൻപിൽ ആ കാര്യം വയ്ക്കുകയാണ്. സ്തോത്രം. അതെ, നിങ്ങളുടെ ഹൃദയം യേശു കർത്താവിൻ്റെ ഹൃദയം പോലെ ദൈവത്തിൻ്റെ കൃപയാൽ ആയിരിക്കുമാറാകട്ടെ. സോ അവണ്ണം കർത്താവിൻ്റെ സന്നിധിയിൽ സ്തോത്രം നിഷ്കളങ്കതയോടെ നിർമ്മല മനസ്സാക്ഷിയോടെ ആയിരിക്കാൻ ദൈവം കൃപ ചെയ്യട്ടെ.